ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പ് ദോശയാണ്. ഇതിനായിട്ട് ഒരു അര കപ്പ് അളവിൽ ചെറുപയർ, മസൂർ ദാൽ, ചന ദാൽ, ഉഴുന്ന്, പിന്നെ 1 കപ്പ് അളവിൽ പച്ചരി, 1/4 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിക്ക് കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂർ സമയം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. പലതരം പരിപ്പുകൾ ചേർക്കുന്നതിനാൽ പ്രോട്ടീനും ഫൈബറും ധാരാളം ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇനി അതല്ല രാത്രി ഡിന്നറിനായാലും വളരെ നല്ല തന്നെയാണ് കേട്ടോ. ഇനി ഇത് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫസ്റ്റ് ബാച്ച് ഇത് അരച്ചെടുത്തിട്ട് വരാം. ഞാനൊരു 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഈ മാവ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ബാച്ചായിട്ട് അരക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തതും കൂടെ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടാമത്തതും കൂടെ അരച്ച് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓവർനൈറ്റ് വെക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആ സമയം തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ ഉള്ളതാണ് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഒരു പുളിച്ച് കിട്ടിയിട്ടുണ്ട് മാവൊക്കെ. അപ്പം ഈ ബാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി വേണമെങ്കിൽ ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഇന്നിവിടെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാവിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബാറ്റർ ലൂസാക്കി എടുക്കണം. നല്ല തിക്കായിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി എത്രയാണോ വേണ്ടത് അതെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് മാവ് ഒഴിച്ച് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാൻ. മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ച് കഴിഞ്ഞാൽ ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ ലഭിക്കും കേട്ടോ. ഇനി ഒരു വശം നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ട് മറ്റേ വശവും കൂടെ ചുട്ടെടുക്കാം. ഇത് നമുക്ക് തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി, സാമ്പാർ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോൾ ഞാനിവിടെ എന്തായാലും ചമ്മന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.